ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എന്തിനാണ് ഇതൊക്കെ കുറെ ഞങ്ങൾ എടുത്തിട്ടുള്ള ഈ ഫോട്ടോ ഒക്കെ ഒരു കാര്യമില്ല ഈ ഫോട്ടോ എടുത്തിട്ട് അത് ഞങ്ങൾ തീരുമാനിക്കാം അവിടെ നിന്ന് കാണാമെന്ന് നിങ്ങളുടെ അവിടെ നിന്ന് കാണാമെന്നൊക്കെ. ഇതൊന്നും കണക്കിലെടുക്കാതെ ഈ ഭാഗം കുഴിയായിട്ട് ഇട്ടിട്ട് നാശമായി വാഹനങ്ങളെല്ലാം വീട് കൂടി പോയി. എല്ലാ വാഹനങ്ങളും സ്കിഡ് ചെയ്ത് വീട് ആളുകൾ മരിച്ചുപോയി കഴിഞ്ഞാൽ ആരാ ഉത്തരവാദിത്തം വഹിക്കുക? അതുകൊണ്ട് ഇപ്പം ലാസ്റ്റ് മോമെൻ്റാണ് അവർ ശരിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിശ്വസമിതിയുടെ ഒരു പ്രതിനിധിയുടെ സുരേഷ് സമ്മതി ശരിയാക്കാൻ സമ്മതിച്ചിരിക്കുകയാണ്. 3 ഡേയ്സ് അവർ കാണിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ്. ദേശീയപാത ഇങ്ങനെയല്ല നിർമ്മിക്കുന്നത്. അതേപറ്റി വേറെ ഒരുപാട് കംപ്ലൈൻ്റ് ഉണ്ട്, അതൊന്നും ഞാൻ കൂടെ പറയുന്നത്. അതുപോലെ പോലീസിലൂടെ ഒരു സെക്യൂരിറ്റി സ്റ്റാഫിന് ഇടും. ആൾക്കാർക്ക് അർത്ഥമൊന്നും വരാതെ വാഹനങ്ങൾ ഉടനെ തിരിച്ച് കിഴക്കോട്ട് പോകണം. ഇങ്ങനെ ഹൈവേ വാഹനങ്ങൾ ഇങ്ങനെയൊന്നും അല്ല നിർമ്മിക്കുന്നത്. വലിയ അലംഭാവമാണ് വിശ്വസമിതിയുടെ ഭാഗത്തുണ്ടായത്. കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. 66ന്റെ പൂർണ്ണമായിട്ടുള്ള ഭരണ ചുമതല കേരളത്തിലെ PWDക്കായിരുന്നു. അതിൽ PWDയുടെ കീഴിൽ ബിൽഡിങ്സ്, ബ്രിഡ്ജസ്, റോഡ്സൊക്കെ ഉള്ളതുപോലെ NH ഡിവിഷൻ ഉണ്ടായിരുന്നു. ഞാൻ മിനിസ്റ്ററായിരുന്ന NH ഡിവിഷൻ മുതൽ താഴെ ഓവർസീർ വരെ ഉണ്ട്. അതിവരെ ഏറ്റെടുത്തു. ഈ കഴിഞ്ഞ ഗവൺമെന്റിലെ അപ്പോൾ അവരങ്ങ് ഏറ്റെടുത്ത് കംപ്ലീറ്റ് 75,000 കോടി രൂപയുടെ നിർമ്മാണമാണ് മലബാർ മുതൽ ഇവിടെ നമ്മുടെ ഇവിടെ പാറശാല വരെ 75,000 കോടി രൂപയുടെ നിർമ്മാണമാണ്. സ്ഥലത്തിന്റെ പേര് സ്ഥലത്തിനാണ് 30,000 കോടി അതിനെ എടുത്തു കഴിഞ്ഞത്. ആ 75,000 കോടി രൂപയുടെ നിർമ്മാണത്തിൽ കമ്മീഷൻ വാങ്ങുന്നതിന് വേണ്ടിയാണ് ഈ വൃത്തികൾ കാണിച്ചത്. ഇത് ഏറ്റെടുത്തത് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രസിഡന്റൊന്നും അല്ല. ഇതിലെ ഉദ്യോഗസ്ഥ NHA ഉദ്യോഗസ്ഥന്മാരാണ്. ലോകത്ത് ഏറ്റവും അഴിമതി നടക്കുന്ന 70 സ്ഥാപനങ്ങളിലൊന്നാണ് NHA എന്ന് അമേരിക്കയുടെ പാർലമെന്റിൽ അവതരിപ്പിച്ച റിപ്പോർട്ട് പറഞ്ഞത്. അത്ര കറക്റ്റായിട്ടുള്ള സ്ഥാപനമായിരുന്നു. പൊതുജനങ്ങൾക്ക് യാതൊരു വിലയും. അതുകൊണ്ട് ഇപ്പോൾ അവരോട് പറഞ്ഞതാണ് മനസ്സിലേക്ക് സംസാരിച്ചത്. കൃഷി ബസ് ഇവിടെ ഒരു 10-70 മീറ്ററോളം ദൂരം ഒരു 3 റൗണ്ട് നല്ല മണ്ണും വെച്ചിട്ട് വിട്ട് റൗണ്ടായിട്ട് ചെയ്ത് മുകളിൽ നല്ലതുപോലെ തന്നെ 4 ചെയ്ത് ഭദ്രമാക്കിയത്